നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മമ്മയോ ആരെങ്കിലും ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഹിയറിംഗ് എയ്ഡിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു വിസിൽ സൗണ്ട് പുറത്തോട്ട് നിങ്ങൾ കേൾക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാമോ? ദാറ്റ്സ് കോൾഡ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഹിയറിംഗ് എയ്ഡ് ആണ്, ഇത് നമ്മുടെ ചെവിയാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഹിയറിംഗ് എയ്ഡ് എങ്ങനെയാ, നമ്മുടെ ഈ ഇയർ കനാലിന്റെ അകത്തോട്ട് ഇങ്ങനെ വയ്ക്കുകയാണല്ലേ. ഓക്കെ, അപ്പം തൽക്കാലത്തേക്ക് ഇത് എൻ്റെ ഇയർ കനാലാണെന്ന് വയ്ക്കുക. ഇത് എൻ്റെ ബാക്കി ചെവിയാണ്, ഇത് ആണ് ഇയർ കനാൽ. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് ഇങ്ങനെ പുറകിൽ വന്ന് ഈ ഇയർ കനാലിന്റെ അകത്തോട്ടാണ് നമ്മുടെ ഈ ടിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വച്ചിരിക്കുന്ന ഹിയറിംഗ് എയ്ഡ് ലൂസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ശബ്ദങ്ങൾ എങ്ങനെയാ? ശബ്ദങ്ങൾ ഇവിടെയാണ് ഹിയറിംഗ് എയ്ഡിന്റെ മൈക്ക് വരുന്നത്. പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ ഈ മൈക്ക് പിക്ക് ചെയ്ത് അതകത്ത് ആംപ്ലിഫൈ ചെയ്ത് ഈ ട്യൂബ് വഴിയാണ് നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പം ചെവിയുടെ അകത്തോട്ട് പോകുന്ന സൗണ്ട് നമ്മൾ വച്ചിരിക്കുന്നത് ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇയർ കനാലിന്റെ സൈഡിൽ കൂടെ എസ്കേപ്പ് ചെയ്ത് ഈ അകത്തോട്ട് പോകുന്ന സൗണ്ടുകൾ ചെറുത് എസ്കേപ്പ് ചെയ്ത് പുറത്തോട്ട് വരും. പുറത്തോട്ട് വന്നിട്ട് വീണ്ടും അതേ സൗണ്ട് നമ്മുടെ ഈ മൈക്ക് പിക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ ഈ സൗണ്ട് കറങ്ങും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയങ്ങളിൽ ഈ പറയുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ഒരു വിസിൽ സൗണ്ട് ഉണ്ടാവും. രണ്ട്, അതുപോലെ നമ്മുടെ ചെവിക്കകത്ത് ഇമ്പാക്ട് ആയിട്ടുള്ള ഇയർ വാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വൺസ് അഗെയിൻ ഇത് എൻ്റെ ഇയർ കനാലാണ്, ഇതാണ് എൻ്റെ ചെവി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഹിയറിംഗ് വച്ചിരിക്കുകയാണെന്ന് വയ്ക്കുക. ഇയർ കനാലിൽ ഞാനിങ്ങനെ ട്യൂബ് കയറ്റി വെച്ചിട്ടില്ല. അപ്പോൾ അകത്ത് ഇമ്പാക്ട് ആയിട്ടുള്ള ഒരുപാട് ഇയർ വാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ശബ്ദങ്ങൾ ഈ ഇയർ വാക്സിൽ കയറി തട്ടി ഇത് വീണ്ടും പുറത്തോട്ട് റിഫ്ലക്ട് ചെയ്യും. ശബ്ദങ്ങൾ പുറത്തോട്ട് വരും. ശബ്ദങ്ങൾ പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ സൗണ്ട് വീണ്ടും നമ്മുടെ മൈക്ക് പിക്ക് ചെയ്യും. അപ്പൊ അത് വീണ്ടും അങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങും. വീണ്ടും വിസിൽ സൗണ്ട് പുറത്തോട്ട് കേൾക്കും. സോ മെയിൻലി ഈ രണ്ട് റീസൺസ് കൊണ്ടാണ്. ഒന്ന്, പുവർ ഫിറ്റിംഗ്, കറക്റ്റ് ആയിട്ട് ചെവിക്കകത്തോട്ട് ഹിയറിംഗ് എയ്ഡ് ഇരിക്കാത്തത് കാരണം. രണ്ട്, നമ്മുടെ ചെവിക്കകത്ത് ഒരുപാട് ഇമ്പാക്ട് ആയിട്ടുള്ള ഇയർ ബാഗ്സ് ഉണ്ടെങ്കിലും ഈ പറയുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വിസിൽ സൗണ്ട് ഹിയറിംഗ് എയ്ഡിന് പുറത്തോട്ട് കേട്ടോണ്ടേയിരിക്കും. അപ്പൊ ഇതിന് എന്താണ് പരിഹാരം? സിമ്പിൾ. ഒന്ന്, നമ്മൾ വച്ചിരിക്കുന്നത് ലൂസായി പോവാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയോലിസ്റ്റിനെ കാണുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ്, ഇപ്പം ഇയർ മോൾഡ് ആണെങ്കിൽ ലൂസ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇയർ മോൾഡ് ഒന്നുകൂടി എടുക്കുക, ആ ഫിറ്റിംഗ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. രണ്ടെന്താ, ഇയർ വാക്സ് ഉണ്ടെങ്കിൽ ENT ഡോക്ടറിന്റെ അടുത്ത് പോവുക, ആ ഒരു ഇയർ വാക്സ് റിമൂവ് ചെയ്യുക. ഞാൻ ഓഡിയോലിസ്റ്റ് നിഖിൽ. ഇതുപോലത്തെ ഹിയറിംഗ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് റിലേറ്റഡ് ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക, ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. യെസ്.